ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണമൊക്കെ ഇന്ന് ആരംഭിക്കുക. അല്ല, ഇന്ന് അപേക്ഷ ക്ഷണിക്കുകയാണ്. ഇന്ന് വിതരണം ആരംഭിക്കുന്നില്ല. അപേക്ഷ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇന്ന് ഇപ്പോൾ രാവിലെ 9 മണി മുതൽ ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ മുൻഗണനാ കാർഡുള്ള 35 വയസ്സിനും 60 വയസ്സിനിടയിൽ പ്രായമുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകളാണ്. ഇന്ന് മുതൽ അവർക്ക് അപേക്ഷ കൊടുക്കാം. പിന്നീട് അപേക്ഷകരിൽ നിന്ന് അർഹരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. പിന്നെ ഒരു അഫിഡവിറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. തെറ്റായിട്ട് കൈപ്പറ്റിയാൽ 18% പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, ലോകചരിത്രത്തിലാദ്യമായി, ഞാൻ അടിവരയിട്ട് പറയുന്നു, ലോകചരിത്രത്തിലാദ്യമായി വീട്ടകങ്ങളിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ ഒരു സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ്. ആ അധ്വാനത്തിനൊരു മൂല്യമുണ്ട് എന്നൊരു ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ്. 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന ധനസഹായം മാത്രമല്ല പ്രശ്നം. ഇന്ന് വരെ വീട്ടമ്മമാരുടെ അധ്വാനം ഒരു കണക്കിലും വരാത്ത കാണാപ്പണിയായിരുന്നു. എന്നാൽ ഈ ചരിത്രപ്രധാനമായ തീരുമാനത്തോടു കൂടി ഒരു കണക്കിലും വന്നിട്ടില്ലാത്ത ആ കാണാപ്പണിയെ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു. നാളെ ലോകം പകർത്തുന്ന മറ്റൊരു കേരള മാതൃകയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വളരെ വികസിതമായ രാജ്യങ്ങളിൽ അനേകം ക്ഷേമ പദ്ധതികളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നുള്ളതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. 31.34 ലക്ഷം സ്ത്രീകൾ അത് ഈ പദ്ധതിയിലൂടെ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ അംഗീകരിക്കപ്പെടാതിരുന്ന വീട്ടകങ്ങളിലെ അധ്വാനത്തെ അംഗീകരിക്കുക വഴി സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിയിരിക്കും.